Yes, good afternoon. You can do. Good afternoon. Good fine. Fine. നിങ്ങൾക്ക് ഇനി എത്ര എക്സാംസ് കൂടി ഉണ്ടെന്നാ? ഇതൊക്കെ അയച്ചോ. നിങ്ങളുടെ എക്സാമിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയിക്കോട്ടോ. ത്രീയും ഫോറും കഴിയുമ്പോൾ ഒരു എക്സാം ഉണ്ടാവും. പിന്നെ മോഡൽ എക്സാം ഉണ്ടാവും. മൊഡ്യൂൾ എക്സാം ഉണ്ടാവും. യെസ്. ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ് തുടങ്ങിയല്ലേ ഇനി എടുക്കേണ്ടത്? പർച്ചേസിംഗ് പ്രൊസീജിയേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അല്ലേ? യെസ്. ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ്. ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ എന്താ? ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ് അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ വില കൊടുത്ത് വാങ്ങിക്കുന്ന സാധനങ്ങളെ പറ്റിയുള്ള കാര്യങ്ങളാണ്. ഏറ്റവും വിലയുള്ള മെറ്റീരിയൽസ്. ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വില കൂടിയ ഒരു എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഏതായിരിക്കാം? ഏറ്റവും വലിയ വില കൊടുക്കേണ്ട ഒരു മെറ്റീരിയൽ ഏത് മെഷീൻസ് ഒക്കെ ആയിരിക്കാം? മെഷീൻസ്, എക്യുപ്മെന്റ്. സ്നേഹ. സ്കാനിങ് മെഷീൻസ് അല്ലെ, അല്ലെങ്കിൽ MRI മെഷീൻസുകൾ. CT MRI മെഷീൻസ് ഒക്കെയാണ് നമുക്ക് ഏറ്റവും ഒരു വില കൊടുക്കേണ്ടി വരുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അത്തരത്തിൽ വില കൊടുക്കുക, ഏറ്റവും കൂടുതൽ വില കൊടുത്ത് വാങ്ങിക്കേണ്ട ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസിങ് എങ്ങനെയാണെന്നാണ് പറയുന്നത്. അപ്പൊ അതിലെന്താണ് മേജർ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഹോസ്പിറ്റൽ. അപ്പൊ അത് വാങ്ങിക്കുന്നതിനായിട്ട് എന്താണ് ഒരു മേജർ ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ചെയ്യേണ്ടി വരില്ല. ഏറ്റവും കോസ്റ്റ് കൂടിയ ഒരു സാധനമായിരിക്കും നമ്മൾ വാങ്ങിക്കുന്നത്. ഓക്കെ. അതായത് പ്രധാന നിക്ഷേപം, ഏറ്റവും മേജർ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രധാനമായിട്ടുള്ള ഒരു നിക്ഷേപം ഉണ്ടായിരിക്കും ആ ഒരു മെറ്റീരിയൽ വാങ്ങിക്കുന്നതിനായിട്ട്. പിന്നെ നോൺ റിപ്പീറ്റേറ്റീവ് പർച്ചേസ്. നോൺ റിപ്പീറ്റേറ്റീവ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ വാങ്ങിച്ച സ്കാനിങ് മെഷീൻ വീണ്ടും വീണ്ടും വാങ്ങിക്കാൻ പറ്റുമോ? നമുക്ക് വാങ്ങിക്കാൻ പറ്റുമോ? ഇല്ല, നമ്മൾ വാങ്ങിക്കില്ല അല്ലേ? വാങ്ങിക്കാൻ പറ്റില്ല. അപ്പൊ ഏറ്റവും ക്വാളിറ്റി ഉള്ള സാധനമായിരിക്കും. റിപ്പീറ്റ് ചെയ്ത് വാങ്ങിക്കാതിരിക്കാനായിട്ട് നമ്മൾ ഏറ്റവും ക്വാളിറ്റി ഉള്ള ഒരു വില കൂടിയ എക്യുപ്മെന്റ് തന്നെയായിരിക്കും വാങ്ങിക്കുന്നത്. ഇനി ഈ വാങ്ങിക്കുന്ന എക്യുപ്മെന്റ്സ് എങ്ങനെയുള്ളതായിരിക്കും? ഇൻക്ലൂഡ് ദ മേജർ ഓപ്പറേഷൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ ഏറ്റവും മേജർ ആയിട്ടുള്ള സ്പെസിഫിക് കാര്യങ്ങൾ നോക്കുന്നതിന്, അല്ലെങ്കിൽ മേജർ ഓപ്പറേഷൻസ് കൈകാര്യം ചെയ്യുന്ന മെറ്റീരിയൽസ് ആയിരിക്കുള്ളൂ നമ്മൾ ഏറ്റവും വില കൊടുത്ത് വാങ്ങിക്കുന്നത്. അതാണ് ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത് അതിനെ. ഓക്കെ. അതായത് ഹോസ്പിറ്റലിലെ മേജർ ഓപ്പറേഷൻസ് കൈകാര്യം ചെയ്യുന്ന മെറ്റീരിയൽസ് ആയിരിക്കുള്ളൂ നമ്മൾ ഏറ്റവും കൂടുതൽ വില കൊടുത്ത് വാങ്ങിക്കുന്നത്. മനസ്സിലായോ? പിന്നെന്താണ്? ഇൻ കേസ് ഓഫ് ഫിനാൻഷ്യൽ ഓർ അക്കൗണ്ടിങ് ടേംസ്, ഇതിനെ നമ്മൾ ഈ ക്യാപിറ്റൽ എക്യുപ്മെന്റിനെ നമ്മൾ ഫിനാൻഷ്യൽ ടേംസിൽ അല്ലെങ്കിൽ അക്കൗണ്ടിങ് ടേംസിൽ പറയുന്ന പേരാണ് എന്ത്? ക്യാപിറ്റൽ എക്യുപ്മെന്റ് ഈസ് കോൾഡ് ഫിക്സ്ഡ് അസറ്റ്. ഇതാണ് ഇൻ കേസ് ഓഫ് ഫിനാൻഷ്യൽ, ധനപരമായിട്ട് അല്ലെങ്കിൽ അക്കൗണ്ടിങ് ടേംസിൽ നമ്മൾ ഈ ക്യാപിറ്റൽ എക്യുപ്മെന്റിനെ പറയുന്ന മറ്റൊരു പേരാണ് എന്ത്? ഇസ് കോൾഡ് ഫിക്സ്ഡ് അസറ്റ്. ഫിക്സ്ഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ഥിര ആസ്തി അല്ലെ, ഫിക്സ്ഡ് അസറ്റ്. മനസ്സിലായോ? അപ്പൊ എന്താണ് ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ? ഏറ്റവും വില കൂടിയ ഒരു സാധനം നമ്മൾ വാങ്ങിക്കുന്നതിന് വേണ്ടി വെക്കുന്ന പർച്ചേസ് ആണ് എന്ത്? ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ് അല്ലെ. വില കൊടുത്ത് വാങ്ങുന്ന സാധനങ്ങൾ, ഏറ്റവും കൂടുതൽ വില കൊടുത്ത് വാങ്ങേണ്ട സാധനങ്ങൾ. അതിൽ നമ്മൾ മേജർ ആയിട്ടൊരു പ്രൈസ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും ഹോസ്പിറ്റൽ. ഓക്കെ.
നോൺ റിപ്പിറ്റേറ്റീവ് പർച്ചേസ് ആയിരിക്കും. എപ്പോഴെപ്പോഴും നമുക്ക് പർച്ചേസ് ചെയ്ത് വാങ്ങിക്കാൻ പറ്റില്ല. ഏറ്റവും ഗുണനിലവാരമുള്ള ഒരു മെറ്റീരിയൽസ് ആയിരിക്കും നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് അല്ലെ. റിപ്പിറ്റേറ്റീവ് ആയിരിക്കില്ല, വീണ്ടും വീണ്ടും അത് പർച്ചേസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കില്ല. പിന്നെ ഹോസ്പിറ്റലിൽ ഏറ്റവും മേജർ ഓപ്പറേഷൻസ് കൈകാര്യം ചെയ്യുന്ന മെഷീൻസുകളായിരിക്കും നമ്മൾ വില കൊടുത്ത് വാങ്ങിക്കുന്നത്. പ്രത്യേകിച്ച് ഏതൊക്കെയാണ്? സ്കാനിങ് മെഷീൻസ്, MRI, CT തുടങ്ങിയ വലിയ ഉപകരണങ്ങൾ അല്ലെ. ഏറ്റവും ക്വാളിറ്റിയുള്ള വലിയ ഉപകരണങ്ങളാണ് വലിയ മുതൽ മുടക്കിൽ നമ്മൾ വാങ്ങിക്കുന്നത്. ഇൻ കേസ് ഓഫ് ഫിനാൻഷ്യൽ ഓർ അക്കൗണ്ടിങ് ടേംസ്, ക്യാപിറ്റൽ എക്യുപ്മെന്റിന് നമ്മൾ അക്കൗണ്ടിങ് ടേംസിൽ പറയുന്ന മറ്റൊരു പേരാണ് എന്ത്? ഫിക്സ്ഡ് അസറ്റ്. ക്യാപിറ്റൽ എക്യുപ്മെന്റ് ഈസ് കോൾഡ് ഫിനാൻഷ്യൽ ടേംസ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് ടേംസിൽ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഫിക്സ്ഡ് അസറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? പിള്ളേരെ മനസ്സിലായോ? ഇനി hospital equipment management consists of 5 points. ഹോസ്പിറ്റൽ എക്യുപ്മെന്റ് മാനേജ്മെന്റ്, അതായത് ഹോസ്പിറ്റലിലെ ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളുടെ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളോട് പറയുന്നുണ്ട്. ഒരു എക്യുപ്മെന്റ്സുമായി ബന്ധപ്പെട്ട് അല്ലെ, ഒരു ഉപകരണവുമായി ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ അതിനെ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്ന കാര്യവുമായി ബന്ധപ്പെട്ട് കുറച്ച് പോയിന്റ്സ് അവിടെ പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? പ്ലാനിങ് ഫോർ ദ എക്യുപ്മെന്റ്. എക്യുപ്മെന്റ് വാങ്ങുന്നതിന് വേണ്ടിയുള്ള കൃത്യമായ ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കും. ഏത് എക്യുപ്മെന്റ് ആണോ വാങ്ങുന്നത് അതിന് കൃത്യമായ ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കും. ദെൻ പർച്ചേസിംഗ് ഓഫ് എക്യുപ്മെന്റ്. എന്താണ് പർച്ചേസിംഗ് ഓഫ് എക്യുപ്മെന്റ്? ആ സാധനം നമ്മൾ എങ്ങനെ പർച്ചേസ് ചെയ്യുന്നു, പ്ലാൻ ചെയ്ത സാധനം നമ്മൾ എങ്ങനെ പർച്ചേസ് ചെയ്യുന്നു. ദെൻ മെയിൻ്റനൻസ് ഓഫ് എക്യുപ്മെന്റ്. ആ വാങ്ങിച്ച ഉപകരണം എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, വാങ്ങിച്ച ഉപകരണം എങ്ങനെ ഹോസ്പിറ്റലിൽ അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ദെൻ യൂട്ടിലൈസേഷൻ ഓഫ് എക്യുപ്മെന്റ്. എന്താണ് യൂട്ടിലൈസേഷൻ ഓഫ് എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ നമ്മളത് യൂസ് ചെയ്യുന്നു അല്ലെ, ഏത് രീതിയിലാണ് അത് യൂസ് ചെയ്യുന്നത്, അതിന്റെ ഉപയോഗം എത്രത്തോളമാണ്, എത്ര പെർസെന്റേജ് അത് ഉപയോഗിക്കുന്നു. ഓക്കെ. ദെൻ ഡിസ്കാർഡിംഗ് ഓഫ് എക്യുപ്മെന്റ്. ഡിസ്കാർഡിംഗ് ഓഫ് എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്കാർഡ് ചെയ്യുക, അതിന്റെ ഉപയോഗത്തിന് ശേഷം അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും കേടുപാടുകൾ പറ്റി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നത്? നമ്മള് സ്ക്രാപ്പിൽ കൊടുക്കും, അല്ലെങ്കിൽ എന്താണ് അത് അതിൻ്റെതായ രീതിയിൽ നമ്മൾ ഡിസ്പോസ് ചെയ്യും, അല്ലെങ്കിൽ നമ്മളത് നിർമ്മാർജ്ജനം ചെയ്യും. ഓക്കെ. അപ്പോ എന്താണ് ഇപ്പൊ പറഞ്ഞത്? നമ്മള് ഹോസ്പിറ്റൽ എക്യുപ്മെന്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് പോയിന്റ്സ് ആണ് അല്ലെ. ഒരു എക്യുപ്മെന്റ്സ് എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം. അപ്പൊ ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടത്? അത് എങ്ങനെ വാങ്ങിക്കണം അല്ലെ, ഏത് എക്യുപ്മെന്റ് ആണ് എന്നുള്ളത് പ്ലാൻ ചെയ്യുന്നു. പ്ലാനിങ് ഫോർ ദ എക്യുപ്മെന്റ്. എക്യുപ്മെന്റ് വാങ്ങുന്നതിന് നേരിട്ട് വേണ്ടിയിട്ടുള്ള ഒരു ആസൂത്രണം ചെയ്യുന്നു. ദെൻ ആ എക്യുപ്മെന്റ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നു. ദെൻ മെയിൻ്റനൻസ് ഓഫ് എക്യുപ്മെന്റ്. ആ എക്യുപ്മെന്റ് എങ്ങനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം, എങ്ങനെ പരിപാലിക്കാം. ദെൻ യൂട്ടിലൈസേഷൻ ഓഫ് എക്യുപ്മെന്റ്, എങ്ങനെ അത് നല്ല രീതിയിൽ യൂസ് ചെയ്യാം. ദെൻ ഡിസ്കാർഡിംഗ് ഓഫ് എക്യുപ്മെന്റ്, അത് ഉപയോഗശേഷം എങ്ങനെ നിരസിക്കണം. അതല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും ഡാമേജസ് വന്നാൽ അത് എന്ത് ചെയ്യും? നമ്മള് ഒന്നല്ലെങ്കിൽ സ്ക്രാപ്പിന് കൊടുക്കും, അല്ലെങ്കിൽ അത് അതിൻ്റെതായ രീതിയിൽ അത് നമ്മൾ നിർമ്മാർജ്ജനം ചെയ്യും. ഓക്കെ. ഇനി ഇപ്പൊ ഈ പറഞ്ഞ പോയിന്റ്സുകള് ഹോസ്പിറ്റൽ എക്യുപ്മെന്റ് മാനേജുമായി ബന്ധപ്പെട്ട എല്ലാ പോയിന്റ്സിലും നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണ് കേട്ടോ. പ്ലാനിങ് ഫോർ ദ എക്യുപ്മെന്റ്സ്, ഓരോ പോയിന്റ്സിനും 5 പോയിന്റ്സിനും എക്സ്പ്ലനേഷൻസ് വരുന്നത്, സ്റ്റെപ്സുകൾ വരുന്നത്. അതാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. ഓക്കെ, മനസ്സിലായോ? Yes, planning the equipment. To choose the alternative and select the best one, import point is felt needed. എന്താണ് പ്ലാനിങ് the equipment? പല മാർഗങ്ങളിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ചൂസ് ഓൾട്ടർനേറ്റീവ് ആൻഡ് സെലക്ട് ദ ബെസ്റ്റ് വൺ അല്ലെ. പ്ലാൻ ചെയ്തതിനു ശേഷം എന്താണ് പല മാർഗങ്ങളിലൂടെ നമ്മൾ ആൾട്ടർനേറ്റീവ് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യും അല്ലെ. ഏത് സാധനമാണ് മികച്ച സപ്ലയറിനെ തെരഞ്ഞെടുക്കും. നമ്മൾ ആരിൽ നിന്നാണ് ഇമ്പോർട്ട് ചെയ്യേണ്ടത്, ആരിൽ നിന്നാണ് സാധനം വാങ്ങിക്കുന്നത് വ്യക്തമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തു. ഏത് എക്യുപ്മെന്റ് എവിടെ നിന്ന് വാങ്ങിക്കണം, ഏത് രീതിയിൽ അത് ചൂസ് ചെയ്യണം എന്നൊക്കെ ആദ്യം പ്ലാൻ ചെയ്യുന്നു. അതാണ് പ്ലാനിങ് ദ എക്യുപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ ആ ഒരു പോയിന്റ് വരുന്നുള്ളൂ. സെക്കൻഡ് വരുന്ന എന്താണ്? പർച്ചേസിങ് ആൻഡ് എക്യുപ്മെന്റ്. അപ്പൊ പർച്ചേസിങ്, ഒരു എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യുന്നതിന് നമ്മൾക്ക് ഏകദേശം ഒരു 3 മേജർ സ്റ്റെപ്സിലൂടെ കടന്നു പോകേണ്ടതുണ്ട്.
ഒരു എക്യുപ്മെന്റ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പായി നമുക്ക് ഒരു 9 സ്റ്റെപ്സ് ഉണ്ട്. Then 9 major steps for purchasing a capital equipment. ഒരു ക്യാപിറ്റൽ എക്യുപ്മെന്റ് നമുക്ക് വാങ്ങിക്കണമെങ്കിൽ 9 സ്റ്റെപ്പ്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ടു ഫോർകാസ്റ്റ് ദ ഡിമാൻഡ്. എന്താണ് ടു ഫോർകാസ്റ്റ് ഡിമാൻഡ്? നമ്മൾ വാങ്ങിക്കാൻ പോകുന്ന ഏത് എക്യുപ്മെന്റ് ആണ് അതൊന്നും നമ്മൾ മുൻകൂട്ടി കാണാൻ അതിനെ എന്താണ് ഭാവിയിൽ അതിന്റെ ഉപയോഗം എങ്ങനെയായിരിക്കും അല്ലെ, അതിന്റെ ആവശ്യങ്ങൾ മുൻകൂട്ടി കാണാം. എത്ര രൂപയ്ക്ക് നമ്മൾ അത് വാങ്ങിക്കണം, അതിന് എത്രത്തോളം ക്വാളിറ്റീസ് ഉണ്ടാവും, ഏത് രീതിയിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മള് മുൻകൂട്ടി കാണുകയാണ് അല്ലെ, ഇന്ന സാധനമാണ് നമ്മൾ വാങ്ങിക്കാൻ പോകുന്നത്, ഈ എക്യുപ്മെന്റ് ആണ്, അതിന് ഇത്രത്തോളം ഗുണമേന്മ ഉണ്ടായിരിക്കണം, അത് ഭാവിയിൽ എത്രത്തോളം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ചിന്താഗതിയൊക്കെ നമ്മൾ ആലോചിച്ചിട്ട് വേണം എന്താ ആ എക്യുപ്മെന്റ്, ക്യാപിറ്റൽ എക്യുപ്മെന്റ് നമ്മൾ പർച്ചേസ് ചെയ്യാനായിട്ട്. അതാണ് ഫസ്റ്റ് പോയിന്റ്, ടു ഫോർകാസ്റ്റ് ദ ഡിമാൻഡ്. ഓക്കെ, എത്ര രൂപ ചെലവാകും, ഇത് ഹോസ്പിറ്റലിൽ വെക്കേണ്ട ആവശ്യകതയുണ്ടോ, പിന്നെ ഇതില്ലാതെ പിന്നെ ഏറ്റവും മികച്ചതായിട്ട് ഇത് എങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കും എന്നൊക്കെ ചിന്ത നമ്മളിങ്ങനെ ഭാവിയെ ചിന്തിക്കുക അല്ലെ. ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? വരുമ്പോഴായിട്ടുള്ള കുട്ടികളുടെ ആവശ്യങ്ങൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, ഇതാണ് ടു ഫോർകാസ്റ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? സോഴ്സ് ഓഫ് ഫണ്ട്. ഈ സാധനം വാങ്ങിക്കാനുള്ള ഫണ്ട് വേണം നമുക്ക് അല്ലെ. അതായത് എക്യുപ്മെന്റ്, ക്യാപിറ്റൽ എക്യുപ്മെന്റ് വാങ്ങിക്കാനുള്ള ഫണ്ട് വേണ്ടി വരും. അപ്പൊ എവിടെ നിന്നൊക്കെയാണ് ഈ സോഴ്സ്? ഫണ്ടിന്റെ സോഴ്സ് എന്ന് പറയുമ്പോൾ എവിടെയൊക്കെയാണ് സോഴ്സ് ഓഫ് ഫണ്ട്? ഒന്ന് ലോൺസ് അല്ലെ, ഒന്ന് ലോണിലൂടെ, ഡിപ്രീസിയേഷൻ ഫണ്ട്, ഹോസ്പിറ്റൽ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്, സ്പെസിഫിക് പർപ്പസ് ഫണ്ട്. ഒന്ന് നമുക്ക് ഫണ്ട് എങ്ങോട്ട് നിന്നൊക്കെ നമുക്ക് എടുക്കാൻ സാധിക്കും? ഒന്ന് ലോൺസിലൂടെ അല്ലെ, ലോൺ വഴി. ഡിപ്രീസിയേഷൻ ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിപ്രീസിയേഷൻ ഫണ്ട് അതായത് പുതിയ സാധനങ്ങൾ വാങ്ങാനായിട്ടുള്ള ഒരു പ്രത്യേക തുകയാണ് അല്ലെ, പുതിയ സാധനങ്ങൾ വാങ്ങാനുള്ള തുക. അതായത് ഇപ്പൊ നിലവിൽ ഇപ്പൊ എന്തെങ്കിലും തരത്തില് മൂല്യശോഷണം സംഭവിക്കുന്ന സമയത്ത് അത്രയൊന്നും നോക്കണ്ട, പുതിയ സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ഒരു ഫണ്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട്. അത് ന്യൂ മെറ്റീരിയൽസ് വാങ്ങിക്കുന്നതിനായിട്ട് കുറച്ച് ഫണ്ട് മാറ്റിയിട്ടുണ്ട്. അതാണ് എന്താ ഡിപ്രീസിയേഷൻ ഫണ്ട് എന്ന് പറയുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ബഡ്ജറ്റ് കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കും, അതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് പൈസ നീക്കി വെച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, എന്താണ് ന്യൂ മെറ്റീരിയൽസുകൾ വാങ്ങിക്കാനായിട്ട് അല്ലെങ്കിൽ പുതിയ സാധനങ്ങൾ വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്ന ഒരു ഫണ്ടാണ് എന്ത്? ഡിപ്രീസിയേഷൻ ഫണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ ഡിപ്രീസിയേഷൻ ഫണ്ട് എന്താണെന്ന്? അതായത് ഇപ്പൊ നിലവിലുള്ള വസ്തുക്കൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള മൂല്യശോഷണമോ അല്ലെങ്കിൽ എന്തെങ്കിലും അസറ്റിന് എന്തെങ്കിലും സംഭവിക്കുന്ന സമയത്ത് നമുക്ക് മുൻകൂട്ടി നമ്മളത് തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്, ഇത്ര പൈസ ഇന്ന സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് സോഴ്സ് ഉറവിടം ഉണ്ടായിരിക്കും, ഫണ്ട് എവിടെ നിന്നൊക്കെ കളക്ട് ചെയ്യണം. അപ്പൊ പ്രത്യേകമായിട്ട് കുറച്ച് പൈസകൾ മാറ്റിയിട്ടുണ്ടായിരിക്കും. ഇതാണ് ഡിപ്രീസിയേഷൻ ഫണ്ട് എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നത് കേട്ടോ. ഇവിടെ അതാണ് അതിന്റെ അർത്ഥം വരുന്നത്. ഹോസ്പിറ്റൽ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്. അടുത്ത ഫണ്ട് എവിടെ നിന്നാണ്? ഹോസ്പിറ്റൽ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്. ഹോസ്പിറ്റൽ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് അതായത് ഹോസ്പിറ്റലിലേക്ക് വന്നു ചേർന്ന ലാഭത്തിൽ നിന്നുള്ള പർച്ചേസ് ചെയ്യാൻ സാധിക്കും അല്ലെ. ഹോസ്പിറ്റലിൽ ഒരു പ്രോഫിറ്റ് ഉണ്ടായിരിക്കും, കുറച്ച് ലാഭം ഉണ്ടായിരിക്കും, അതിൽ നിന്ന് കുറച്ച് പൈസ മാറ്റിയിട്ടുണ്ട്. ആ ഒരു ഫണ്ടിൽ നിന്ന് എന്തെടുക്കാൻ നമുക്ക് എന്തെടുക്കാൻ സാധിക്കും? എക്യുപ്മെന്റ് വാങ്ങുന്നതിനായിട്ടുള്ള സോഴ്സ് കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. എന്താണ് ഹോസ്പിറ്റൽ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോസ്പിറ്റലിലേക്ക് വന്നു ചേർന്ന ലാഭത്തിൽ നിന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ സ്പെസിഫിക് പർപ്പസ് ഫണ്ട്. എന്താണ് ഇനി സ്പെസിഫിക് പർപ്പസ് ഫണ്ട് എന്ന് പറഞ്ഞാല്? അതായത് സ്പെസിഫിക് ആയിട്ടുള്ള പ്രത്യേക പർപ്പസിന് മാത്രമായിട്ട് നീക്കി വെച്ചിരിക്കുന്ന കുറച്ച് ഫണ്ടുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, ഇപ്പൊ നമ്മളിപ്പോ എക്സാമ്പിൾ ഒക്കെ പറയുകയാണെങ്കിൽ ഇപ്പൊ സ്കൂളിന്റെ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പൊ എഡ്യൂക്കേഷൻ നമ്മള് സ്കോളർഷിപ്പ് ഫണ്ട്സുകളൊക്കെ കൊടുക്കൂലേ, സ്കോളർഷിപ്പിന് വേണ്ടി കുറച്ച് പൈസകള് അങ്ങനെ ഫണ്ട് നീക്കി വെക്കുക, അത് മറ്റേതെങ്കിലും ആവശ്യത്തിന് എടുക്കാൻ പറ്റും നമുക്ക്. സ്കൂളിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സാമ്പിൾ നമുക്ക് സ്കൂളിൽ സ്കോളർഷിപ്പ് ഉണ്ടായിരിക്കും. ആ സ്കോളർഷിപ്പ് വേറെ ഏതെങ്കിലും ഫണ്ടിൽ എടുത്ത് മാറ്റുമോ? നമ്മള് കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് വേറെ ഏതെങ്കിലും ഫണ്ടിലേക്ക് മാറ്റുമോ? ഇല്ല. അപ്പൊ അതെന്താണ്? അത് സ്പെസിഫിക് പർപ്പസിന് വേണ്ടി മാത്രം വെച്ചിരിക്കുന്ന ഫണ്ടാണ്, അത് അതിന് മാത്രമായിരിക്കും ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ അതേപോലുള്ള ഫണ്ട്സ് എവിടെ ഉണ്ടായിരിക്കും? ഹോസ്പിറ്റലിലും ഉണ്ടായിരിക്കും അല്ലെ. സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ട് പ്രത്യേകമായ രീതിയിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഫണ്ട്സുകൾ നമ്മൾ നീക്കി വെച്ചിട്ടുണ്ടായിരിക്കും. അതും ഒരു ഫണ്ടിന്റെ സോഴ്സ് ആണ്. അപ്പൊ അവിടെ നിന്ന് എന്താണ്? അത് അതിനു വേണ്ടി മാത്രമായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്.
ഓക്കെ, അപ്പൊ സോഴ്സ് ഓഫ് ഫണ്ട് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ലോൺസിൽ നിന്ന്, ഡിപ്രീസിയേഷൻ ഫണ്ട്, ഹോസ്പിറ്റൽ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്, സ്പെസിഫിക് പർപ്പസ് ഫണ്ട്. ഈ 3 സോഴ്സ് ആണ് ഫണ്ട് അലോട്ട് ചെയ്യുന്നത്. ഓക്കെ, നമ്മളൊരു സാധനം പർച്ചേസ് ചെയ്ത് വാങ്ങിക്കുന്ന സ്റ്റെപ്പുകളാണ് പറയുന്നത് കേട്ടോ. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഡിസിഷൻ മേക്കേഴ്സ്. ഡിസിഷൻ മേക്കേഴ്സ്. Decision makers. Top management, administrator, HOD, materials manager, finance manager, biomedical engineer. Decision makers ആണ് അല്ലെ, ഒരു എക്യുപ്മെന്റ് വാങ്ങുന്നതിലായിട്ടുള്ള ഡിസിഷൻ മേക്കേഴ്സ് ആണ്. ആരൊക്കെയാണ് അവര്? ടോപ്പ് മാനേജ്മെന്റ് ഉണ്ടായിരിക്കും, അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടാകും, HOD, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്, മെറ്റീരിയൽസ് മാനേജർ, ഫിനാൻസ് ആൻഡ് ബയോമെഡിക്കൽ എഞ്ചിനീയർ. അപ്പൊ ഇവരുടെയൊക്കെ തീരുമാനം അനുസരിച്ച് മാത്രമേ നമുക്ക് ഒരു ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് വാങ്ങിക്കാനായിട്ട് സാധിക്കുള്ളൂ. അവരെല്ലാവരും ഓക്കെ പറയണം. ഇവരാണ് ലാസ്റ്റ് ഡിസിഷൻ പറയേണ്ടത്. ഇവരെല്ലാം ഓക്കെ പറഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് വാങ്ങിക്കാനുള്ള അനുമതി ഉണ്ടായിരിക്കുള്ളൂ. ഇവർ ഓക്കെ പറയണം. ഓക്കെ, അവരാണ് ഡിസിഷൻ മേക്കേഴ്സ്. അതാണ് തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞത്. ഇവരെല്ലാം സമ്മതത്തോടു കൂടി മാത്രമായിരിക്കണം നമുക്ക് മെറ്റീരിയൽസ് വാങ്ങിക്കേണ്ടത്. ഓക്കെ, സപ്ലയേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യണം. ഇനി ആരിൽ നിന്നാണ് നമ്മൾ വാങ്ങിക്കേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. സപ്ലയേഴ്സിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നതാണ് ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. Then information generation. Information from experts and persons who deal with it. ചാപ്റ്റർ സ്റ്റെപ്പ് എന്താണ്? ഇൻഫോർമേഷൻ ജനറേഷൻ. ഇൻഫോർമേഷൻ ഫ്രം എക്സ്പേർട്ട് ആൻഡ് പേഴ്സൺസ് ഹു ഡീൽ വിത്ത് ഇറ്റ്. നമ്മള് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യും എക്സ്പേർട്ട് ആയിട്ടുള്ള പേഴ്സൺസിൽ നിന്നും. എന്താണ് ഈ വാങ്ങിക്കുന്ന എക്യുപ്മെന്റ് നല്ലതാണോ, അല്ലെങ്കിൽ പരിചയസമ്പന്നരായിട്ടുള്ള ആൾക്കാരുണ്ടാവും അല്ലെ, ഇത് വാങ്ങിച്ചിട്ടുള്ള മറ്റു ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അവരിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? ഈ എക്യുപ്മെന്റ്സിന്റെ ഉപയോഗത്തെ പറ്റി അവരോട് നിന്ന് ചർച്ച ചെയ്യുന്നു അല്ലെ. അവരോട് ചോദിച്ചതിന് ശേഷം, പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കുമല്ലോ നമ്മൾ അവർ തീരുമാനത്തിലേക്ക് എത്തിച്ചേരുന്നത്. Then is the instrument help to our institution? Sixth step എന്ന് പറഞ്ഞാൽ എന്താണ്? Is the instrument help to our institution? അപ്പൊ ഒന്നുകൂടി നമ്മളെ ഈ ഇൻസ്ട്രുമെന്റ് ഹോസ്പിറ്റലിൽ വേണോ എന്ന് നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് ചെക്ക് ചെയ്യും അല്ലെ. ഒന്നുകൂടി ഒന്ന് ആലോചിച്ചതിന് ശേഷം മാത്രമായിരിക്കുള്ള സാധനം വാങ്ങിക്കാമെന്ന് തീരുമാനിക്കുന്നത്. Is the instrument helpful to our institution? ഓക്കെ, ഹോസ്പിറ്റലിന് ഈ എക്യുപ്മെന്റിന്റെ ആവശ്യകത ഉണ്ടോ എന്നൊന്നും കൂടി ചെക്ക് ചെയ്യുന്നു. പിന്നീട് എന്താണ്? സെവൻത് സ്റ്റെപ്പ് എന്താണ്? കമ്പാരിറ്റീവ് സ്റ്റഡി, കമ്പയറിംഗ് ദ കൊട്ടേഷൻസ്. കമ്പാരിറ്റീവ് സ്റ്റഡി, കമ്പയറിംഗ് ദ കൊട്ടേഷൻ. എന്താണ് കമ്പാരിറ്റീവ് സ്റ്റഡി എന്ന് പറയുന്നത്? കരാറുകൾ അല്ലെ. ഒരു മെറ്റീരിയൽസ് എടുക്കാനൊക്കെ നമ്മൾ കരാറുകൾ തീരുമാനിച്ചിട്ടുണ്ടാവും. അപ്പൊ ആ കരാറുകൾ കൊട്ടേഷൻസ് അത് കമ്പയർ ചെയ്ത് നോക്കും അല്ലെ. ഏതാണ്, ഏത് സപ്ലയറിൽ നിന്നാണ് അല്ലെങ്കിൽ ഏത് കമ്പനിയിൽ നിന്നായിരിക്കണം ആ കൊട്ടേഷൻ സ്വീകരിക്കേണ്ടത്, ഏതാണ് കുറച്ചുകൂടി ബെസ്റ്റ് ആയിട്ടുള്ള കരാറ്, എഗ്രിമെന്റ് ഏതാണ് നല്ലത് എന്നുള്ള രീതിയിൽ ഒന്ന് ജസ്റ്റ് ഒരു വട്ടം കൂടി അത് എന്ത് ചെയ്യും? നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കും അല്ലെ. എന്നിട്ട് ഏറ്റവും ബെറ്റർ ആയത് ഏതാണ്, ഏത് കൊട്ടേഷൻ ആണ്, ഏത് കരാറാണ് ഏറ്റവും ബെറ്റർ, അതായിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് സെവൻത് സ്റ്റെപ്പ്. കമ്പാരിറ്റീവ് സ്റ്റഡി, കമ്പയറിംഗ് ദ കൊട്ടേഷൻസ്. Then financial tools, budgeting, costing. Financial tools, budgeting, costing. എന്താണ് eighth സ്റ്റെപ്പ്? ഫിനാൻഷ്യൽ ടൂൾസ്. എന്ത് ചെയ്യണം? ഫിനാൻഷ്യൽ ടൂൾസ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ബഡ്ജറ്റിംഗ് മീൻസ് ബഡ്ജറ്റ് തയ്യാറാക്കണം അല്ലെ. കൃത്യമായിട്ടൊരു ബഡ്ജറ്റിംഗ് തയ്യാറാക്കണം. കോസ്റ്റിംഗ് എന്താണ്? എത്ര രൂപയ്ക്ക് വാങ്ങാൻ പറ്റും അല്ലെ, എത്ര രൂപയ്ക്ക് ഇന്ന് വാങ്ങിക്കും. നമ്മൾ ഒരു ബഡ്ജറ്റ് തയ്യാറാക്കിയിട്ട് ഈ എക്യുപ്മെന്റ് ഇത്ര രൂപയ്ക്ക് വാങ്ങിക്കാൻ പറ്റും എന്നുള്ളൊരു ഒരു ധാരണയിൽ എത്തിച്ചേരുന്നു. അതാണ് ഫിനാൻഷ്യൽ ടൂൾസിൽ വരുന്നതാണ് എന്ത്? ബഡ്ജറ്റിംഗ് ആൻഡ് കോസ്റ്റിംഗ്. എയ്ത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബഡ്ജറ്റ് തയ്യാറാക്കുന്നു, ദെൻ കോസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നു. അതായത് എത്ര രൂപയ്ക്ക് നമുക്ക് ഈ സാധനം വാങ്ങിക്കാൻ പറ്റും എന്നുള്ളത് കൃത്യമായിട്ട് തയ്യാറാക്കുന്നു. ഓക്കെ, ദെൻ ഇവിടെ 10 സ്റ്റെപ്പായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് 9 ഉള്ളൂ. പർച്ചേസ് ആൻഡ് ഇൻസ്റ്റാളേഷൻ എന്നുള്ളത് ഒരുമിച്ചാണ് കേട്ടോ. നമ്പർ അങ്ങനെ കിടക്കുന്നുള്ളൂ. പർച്ചേസ് ആൻഡ് ഇൻസ്റ്റാളേഷൻ. നമ്മള് 9th സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? സാധനം പർച്ചേസ് ചെയ്തല്ലേ. ലാസ്റ്റ് ഇത്ര രൂപക്ക് സാധനം എടുത്തു, സാധനം വാങ്ങിച്ചു, എക്യുപ്മെന്റ് വാങ്ങിച്ചു, നമ്മൾ എന്ത് ചെയ്തു? ഇൻസ്റ്റാൾ ചെയ്തു. ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്? AC ഫോർ സം എക്യുപ്മെന്റ്.
AC for some equipment എന്നാണ് കേട്ടോ. അവിടെ സ്പെല്ലിംഗ് തെറ്റുണ്ട്. AC for some equipment. ഇനി ചില എക്യുപ്മെന്റ്സിന് എന്ത് വേണം? ചില എക്യുപ്മെന്റ്സ് വെക്കുന്ന പ്ലേസ് ആ റൂം എങ്ങനെയുള്ളതായിരിക്കണം? ഹോസ്പിറ്റലിൽ നമ്മൾ ചില പ്ലേസിൽ കയറുമ്പോൾ, ചില റൂമിൽ കയറുമ്പോൾ അവിടെ എന്തുണ്ടാവാറുണ്ട്? ചില റൂംസില് എന്തുണ്ടാവാറുണ്ട് പിള്ളേരെ? ഉറങ്ങാണോ? ഹലോ, AC ഉണ്ട് അല്ലെ? എയർ കണ്ടീഷൻ ആയിട്ടുള്ള റൂംസ്. ചില എക്യുപ്മെന്റ്സിന് അപ്പൊ എന്ത് വേണം? AC ആവശ്യമാണ് അല്ലെ? എയർ കണ്ടീഷൻ ആയിട്ടുള്ള റൂംസ് ആയിരിക്കും ആവശ്യമായി. പ്രത്യേകിച്ച് MRI ഒക്കെ ചെയ്യുന്ന സ്ഥലത്ത്, CT ചെയ്യുന്ന സ്ഥലത്തൊക്കെ എന്താണ്? AC റൂംസുകളായിരിക്കുള്ളൂ. സ്പേസ് ഓഫ് റൂം. ഇനി സാധനം നമ്മൾ വാങ്ങിച്ച മെറ്റീരിയൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പ്രത്യേക സ്പേസ് ഉണ്ടായിരിക്കണം. പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് ലൈക്ക് റഫ് വാൾസ് ഫോർ എക്സ്റേ റൂംസ്. ഇനി എക്സ്റേ റൂം സെലക്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കണം? എക്സ്റേ റൂമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റഫ് വാൾസ് ആയിരിക്കണം അല്ലെ? റഫ് ആയിട്ടുള്ള വാൾസുകളായിരിക്കണം എക്സ്ട്രാ റൂമിന് വേണ്ടത്. അപ്പൊ അതിന് സ്പെസിഫിക് ആയിട്ടുള്ള റൂം തന്നെ സെലക്ട് ചെയ്യേണ്ടി വരുന്നു. ഓക്കെ, ഇതാണ് ഒരു സാധനം പർച്ചേസ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യുന്നതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന്, സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പർച്ചേസിംഗ് ആൻഡ് എക്യുപ്മെന്റ്. പർച്ചേസിംഗ് ആൻഡ് എക്യുപ്മെന്റിന് 9 സ്റ്റെപ്പുകൾ ഉണ്ട്. 9 സ്റ്റെപ്പുകളുടെ മെയിൻ ഹെഡിങ്സ് പഠിച്ചു വെക്കണം കേട്ടോ. ഏതൊക്കെയാണ്? 9 major steps of purchasing a capital equipment. To forecast the demand. എന്ത് സാധനമാണ് നമ്മൾ വാങ്ങിക്കുന്നത് അതൊന്ന് മുൻകൂട്ടി കാണുക. അതിന്റെ വരും വരായികളെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ ആ സാധനം നമുക്ക് എത്ര രൂപ ചിലവാകും, ഇതിന്റെ ആവശ്യമുണ്ട് എന്നുള്ള രീതിയിലൊക്കെ കൃത്യമായിട്ടൊന്ന് ചെക്ക് ചെയ്യണം. ദെൻ സെക്കൻഡ് വൺ എന്താണ്? സോഴ്സ് ഓഫ് ഫണ്ട്. ഈ സാധനം വാങ്ങിക്കാനുള്ള, പർച്ചേസ് ചെയ്യാനുള്ള ഫണ്ട് എവിടെ നിന്നൊക്കെ ആയിരിക്കണം? ലോൺസ് ഉണ്ടാവും, ഡിപ്രീസിയേഷൻ ഫണ്ട് ഉണ്ടാവും, ഹോസ്പിറ്റലൈസ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റിൽ നിന്നും സ്പെസിഫിക് പർപ്പസ് ഫണ്ട്. ഈ 4 ഫണ്ട്സ് ആയിരിക്കും ഹോസ്പിറ്റലിലെ സോഴ്സ് ഓഫ് ഫണ്ട് എന്ന് പറയുന്നത്. ദെൻ തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസിഷൻ മേക്കേഴ്സിന്റെ തീരുമാനങ്ങൾ അനുസരിച്ച്. ഡിസിഷൻ മേക്കേഴ്സ് എന്നിവിടെ പറയുന്ന ആരെയാണ്? ടോപ്പ് മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേറ്റർ, HOD, മെറ്റീരിയൽസ് മാനേജർ, ഫിനാൻസ് മാനേജർ, ബയോമെഡിക്കൽ എഞ്ചിനീയർ. ഇവരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് നോക്കി പറഞ്ഞാൽ മാത്രമേ നമുക്ക് ആ സാധനം മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ദെൻ പിന്നെന്താണ്? സപ്ലയേഴ്സ്. സപ്ലൈസിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു. പിന്നെന്താണ്? ഇൻഫർമേഷൻ ജനറേഷൻ, ഇൻഫർമേഷൻ ഫ്രം എക്സ്പെർട്ട് ആൻഡ് പേഴ്സൺ ഹു ഡീൽ വിത്ത്. അതായത് ഇതില് എക്സ്പെർട്ട് ആയിട്ടുള്ള പേഴ്സൺസ് ഉണ്ടാവും. എക്സ്പെർട്ട് പേഴ്സൺസിൽ നിന്ന് അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നു. ഈ എക്യുപ്മെന്റ് നല്ലതാണോ, ഇതിൽ പരിചയസമ്പന്നരായവരിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? അവരുടെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തതിനു ശേഷമായിരിക്കും നമ്മളത് പർച്ചേസ് ചെയ്യുന്നത്. പിന്നീട് ഇൻസ്ട്രുമെന്റ് ഹെൽപ്ഫുൾ ഫോർ അവർ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇത് ഹോസ്പിറ്റലിന് ഉപയോഗപ്രദമാണോ എന്നുകൂടി നമ്മൾ അതൊന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, ഇതിനൊന്നുകൂടി പരിശോധിച്ചതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പാരിറ്റീവ് സ്റ്റഡി. കമ്പാരിറ്റീവ് കൊട്ടേഷൻസ്. ഏതൊക്കെ കൊട്ടേഷൻസ് ഉണ്ടാവും? കുറെ കൊട്ടേഷൻസ് ഉണ്ടാവും അല്ലെ? കുറെ കരാറുകൾ അടിസ്ഥാനത്തിൽ നമുക്ക് ഏറ്റവും ചൂസ് ചെയ്യാൻ പറ്റുന്ന കരാർ ഏതാണ്, അല്ലെങ്കിൽ കൊട്ടേഷൻ ഏതാണോ അതായിരിക്കും നമ്മൾ സ്വീകരിക്കുന്നത്. ഫിനാൻഷ്യൽ ടൂൾ ചെയ്യുന്നു. ഫിനാൻഷ്യൽ ടൂൾസിൽ എന്തൊക്കെ വരുന്നത്? ബഡ്ജറ്റിംഗ് ആൻഡ് കോസ്റ്റിംഗ്. ബഡ്ജറ്റ് തയ്യാറാക്കുന്നു, കോസ്റ്റ് ചെയ്യുന്നു. കോസ്റ്റ് എന്താണ്? എത്ര രൂപയ്ക്ക് നമുക്ക് ഈ സാധനം വാങ്ങിക്കാൻ പറ്റും എന്നുള്ള കാര്യം ഒരു തീരുമാനത്തിലെത്തുന്നു. ദെൻ അതിനുശേഷം സാധനം പർച്ചേസ് ചെയ്യുന്നു. ദെൻ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നു. ഇൻസ്റ്റാളേഷൻ ചെയ്യുമ്പോൾ ചില റൂംസുകളിൽ AC ആവശ്യമായി വന്നേക്കാം. ഇനി ചില കൃത്യമായിട്ടുള്ള സ്പേസ് ഉള്ള റൂമുകൾ വേണം. ഇനി പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് ലൈക്കുള്ള റൂംസ്, പ്രത്യേകിച്ച് എക്സ്റേ ഒക്കെ എന്താണ്? എക്സ്റേയിലൊക്കെ റഫ് വാൾസ് ഉള്ള റൂംസുകളായിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഈ 9 സ്റ്റെപ്പ് അനുസരിച്ചിട്ടാണ് ഒരു ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ അത്? അടുത്ത സ്റ്റെപ്പ് എന്താണ്? അപ്പൊ നമ്മൾ പ്ലാനിങ് ഫോർ ദ എക്യുപ്മെന്റ് പറഞ്ഞു, പർച്ചേസിംഗ് ഓഫ് ദ എക്യുപ്മെന്റ് പറഞ്ഞു. അടുത്ത എന്താണ്? മെയിൻ്റെനൻസ് ഓഫ് എക്യുപ്മെന്റ്. മെയിൻ്റെനൻസ് ഓഫ് എക്യുപ്മെന്റ്. എക്യുപ്മെന്റ് നമുക്ക് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം, അതെങ്ങനെ പരിപാലിക്കാം. സയന്റിഫിക് അപ്രോച്ച് ടു റിസ്ട്രെയിൻ ബ്രേക്ക് ഡൗൺ ഓഫ് ആൻ എക്യുപ്മെന്റ് ഈസ് കോൾഡ് മെയിൻ്റെനൻസ്. അപ്പൊ മെയിൻ്റെനൻസ് ഓഫ് എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? സയന്റിഫിക് അപ്രോച്ചിൽ പറയുന്ന കാര്യം എടുത്തൂടെ? എന്താ പറയുന്നത്? അതായത് ഒരു ഉപകരണത്തിന് എന്തെങ്കിലും തകർച്ച സംഭവിച്ചാലോ അല്ലെങ്കിൽ അതിനെ നല്ല രീതിയിൽ കൊണ്ടുപോകുമ്പോൾ മാത്രമാണ് നമുക്ക് അതിനെ
എന്ത് പറയാൻ പറ്റുള്ളൂ? മെയിൻ്റനൻസ് ഓഫ് എക്യുപ്മെന്റ് എന്ന് പറയുന്ന ഒരു സാധനത്തിന് തകർച്ച തടയുന്നതിനുള്ള ഒരു സയന്റിഫിക് അപ്രോച്ച് ആണ് എന്ത്? മെയിൻ്റനൻസ് ഓഫ് എക്യുപ്മെന്റ് എന്ന് പറയുന്നത്, അല്ലെ? ഒരു സാധനം ഒരു ഡാമേജ് ആവുമ്പോഴാണ് നമ്മൾ റിപ്പയർ ചെയ്യുന്നത്, അല്ലെ? കേടുപാട് പറ്റാതിരിക്കാനുള്ള രീതിയിലുള്ള സംവിധാനങ്ങളായിരിക്കും നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പൊ മെയിൻ്റനൻസ് ഓഫ് എക്യുപ്മെന്റ് എന്താണ്? 3 രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ എക്യുപ്മെന്റിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. അതിനെ 3 രീതിയിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കും? ഫസ്റ്റ് വൺ വരുന്നത് പ്രിവെന്റീവ്, ഡിറ്റക്റ്റീവ്, ബ്രേക്ക് ഡൗൺ. ഇതൊക്കെയാണ് പ്രിവെന്റീവ്, ഡിറ്റക്റ്റീവ്, ബ്രേക്ക് ഡൗൺ. മെയിൻ്റനൻസ് ഓഫ് എക്യുപ്മെന്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത്? പ്രിവെന്റീവ് ഷെഡ്യൂൾ, done periodically once in a year. 2. പ്രിവെന്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഡൺ, DONE എന്നാക്കണേ ഇവിടെ, DONE, done periodically once in a year. 2. എന്താണ്? ഒരു വർഷത്തിനുള്ളിലോ അല്ലെങ്കിൽ 2 വർഷത്തിനുള്ളിൽ എന്താണ്? ക്യാപിറ്റൽ എക്യുപ്മെന്റ്സിന് മെയിൻ്റനൻസ് വർക്ക് വരുന്നത്, അല്ലെ? എന്തെങ്കിലും തരത്തിലുള്ള ഒരു മെയിൻ്റനൻസ് വർക്ക് വരുമ്പോൾ ഏതൊരു സമയം എടുക്കും? ചിലപ്പോ 1 വർഷമോ 2 വർഷം എടുക്കുമ്പോൾ മാത്രമായിരിക്കും എന്തെങ്കിലും തരത്തിലുള്ള എന്താണ് അതിനൊരു കേടുപാട് വരാൻ ചാൻസ് ഉള്ളൂ. ഓക്കെ, അപ്പൊ അതാണ് ആദ്യത്തെ മെയിൻ്റനൻസ് ഓഫ് എക്യുപ്മെന്റ് പ്രിവെന്റീവ് ഫംഗ്ഷനിൽ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് എന്താണ്? ഡിറ്റക്റ്റീവ്. ഇത്രയും മനസ്സിലാക്കുക, ഒരു സാധനം വാങ്ങിച്ച് അതിനൊരു വാറണ്ടി ഉണ്ടാവും. ഇത്ര വർഷത്തേക്ക് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാന്നൊരു വാറണ്ടി ഉണ്ടായിരിക്കും, അല്ലെ? അപ്പൊ അത്ര വർഷം കഴിയുമ്പോഴേക്കും എന്തെങ്കിലും തരത്തിലുള്ള മെറ്റീരിയൽസിന് നമുക്ക് എന്തെങ്കിലും എന്ത് വരുള്ളൂ? ഡാമേജ് വരാൻ സാധിക്കും. ഇനി ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടെത്തുകയാണ് നമ്മൾ, അല്ലെ? എന്ത് കണ്ടെത്തുന്നു? done for finding a particular problem. നമ്മൾ വാങ്ങിച്ച എക്യുപ്മെന്റിന് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെന്ന് നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നു. ഒരു പ്രത്യേക പ്രോബ്ലം ഉണ്ടാകും, അത് കണ്ടെത്തി അതിന് പരിഹാരം കണ്ടെത്തുന്നു, അല്ലെ? ആ വാങ്ങിച്ച എക്യുപ്മെന്റ്, ഇപ്പൊ എക്സ്റേ മെഷീൻ അല്ലെങ്കിൽ സ്കാനിങ് മെഷീൻ എന്തെങ്കിലും ഒരു ചെറിയ തകരാറ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിറ്റക്ട് ചെയ്ത് കണ്ടുപിടിക്കുന്നു. ഓക്കെ, ദെൻ അതിനുശേഷം എന്ത് ചെയ്യുന്നു? അതിനുള്ള സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തുന്നു, പരിഹരിക്കാനുള്ള മാർഗവും കണ്ടെത്തുന്നു. ദെൻ ബ്രേക്ക് ഡൗൺ. ബ്രേക്ക് ഡൗൺ എന്താണ്? ബ്രേക്ക് ഡൗൺ എന്താണ്? മെഷീൻ വിൽ ബ്രേക്ക് ഡൗൺ ആൻഡ് വിൽ നോട്ട് വർക്ക്. ആക്ടിവിറ്റി നോട്ട് കംപ്ലീറ്റഡ് ഹിയർ. ഐഡിയൽ ടൈം ആൻഡ് കോസ്റ്റ് ഹൈ. എന്താണ് ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞ? എന്താ? ആ മെഷീൻ നിന്ന് പോയി കഴിഞ്ഞാല്, അല്ലെ? ഇപ്പൊ നമ്മൾ എന്താ ചെയ്തത്? ആദ്യം ഒരു മെഷീൻ എക്യുപ്മെന്റ് വാങ്ങിച്ചു, അതിന്റെ പ്രിവെന്റീവ് മെഷേഴ്സ് എടുത്തല്ലേ? എത്ര വർഷം കാലാവധി ഉണ്ടായിരിക്കും? 1 വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ 2 വർഷത്തിനുള്ളിലായിരിക്കും ആ ക്യാപിറ്റലിന്റെ മെയിൻ്റനൻസ് വരുന്നത്. ഇനി എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ എന്താണ്? നമ്മളത് ഡിറ്റക്ട് ചെയ്യും, അല്ലെ? എന്ത് പ്രശ്നമാണെന്നുള്ളത് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ദെൻ പിന്നീട് വരുന്നത് എന്താണ്? ബ്രേക്ക് ഡൗൺ ആണ്, അല്ലെ? പിന്നീട് ചിലപ്പോൾ എന്താണ്? മെയിൻറ്റെയിൻ ചെയ്തിട്ടും ആ ഒരു സാധനത്തിന് എന്ത് സംഭവിക്കാം? ആ മെഷീൻ എന്ത് സംഭവിക്കാതെ ബ്രേക്ക് ഡൗൺ ആണെങ്കിൽ വിൽ നോട്ട് വർക്ക്, അത് വർക്ക് ചെയ്യാണ്ടായി പോവാം, അല്ലെ? അതിന്റെ പ്രവർത്തനം നടക്കാതെ ആയി പോകാം. അങ്ങനെ വന്നാൽ എന്താണ്? അത് വീണ്ടും ശരിയാക്കാൻ പറ്റുമോ? അത് ബ്രേക്ക് ഡൗൺ ആയിപ്പോയാൽ പിന്നീട് വീണ്ടും ശരിയാക്കാൻ പറ്റുമോ എക്യുപ്മെന്റ്? ഇല്ല, അതിന് ഒരുപാട് നിഷ്ക്രിയ സമയം ആവശ്യമായിട്ട് വരാം, കോസ്റ്റും ആവശ്യമായിട്ട് വരാം, അല്ലെ? അത് നന്നാക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിലേറെ സമയം വേണ്ടി വരും. ഐഡിയൽ ടൈം ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരുപാട് ടൈം അതിന് നിഷ്ക്രിയമായിട്ട് സമയം പോകും. അതുപോലെ തന്നെ എന്താണ്? ഹൈ ആയിട്ടുള്ള കോസ്റ്റ് നമുക്ക് ആവശ്യമായി വന്നേക്കാം. അപ്പൊ എന്ത് ചെയ്യും നമ്മള്? ആ മെഷീൻ ഉപയോഗിക്കാതെ വന്നാൽ നമ്മൾ ആ മെഷീൻ എന്ത് ചെയ്യും? നമ്മളത് റീപ്ലേസ് ചെയ്യുന്നു, അല്ലെ? അല്ലെങ്കിൽ അത് നിർമ്മാർജ്ജനം ചെയ്യുന്നു. ഓക്കെ, ബ്രേക്ക് ഡൗൺ വരെ മനസ്സിലായോ? ബ്രേക്ക് ഡൗൺ വരെ ക്ലിയർ ആണോ? അത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മെയിൻ്റനൻസ് ഓഫ് എക്യുപ്മെന്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഒരു എക്യുപ്മെന്റിന് തകരാറുകൾ സംഭവിച്ചത് എവിടം വരെ പ്രവർത്തിക്കുക, അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ആവുന്ന വരെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി നെക്സ്റ്റ് വരുന്നത് അതുമായി ബന്ധപ്പെട്ട് തന്നെ നോക്കിയേ,
ഷോർട്ടേജ് ഓഫ് പ്രോപ്പർ ആൻഡ് സഫീഷ്യന്റ് മെയിൻ്റനൻസ് ഇൻ ഹോസ്പിറ്റൽ വിൽ ഫൈനലി ലീഡ് ടു എന്താണ് വരുന്നത്? പ്രോപ്പർ ആയിട്ടും സഫീഷ്യന്റ് ആയിട്ടും നമ്മൾ എന്ത് ചെയ്യണം? അത് മെയിൻ്റെനൻസ് ചെയ്തില്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കും? ഒരു ഉപകരണം വാങ്ങിച്ചിട്ട് നമ്മൾ അത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ എന്തൊക്കെ റിസ്കുകളാണ് ഉണ്ടാകുന്നത്? എന്തൊക്കെ റിസ്ക് ഉണ്ടാകും? റിസ്ക് ടു സേഫ്റ്റി, സെക്യൂരിറ്റി ഓഫ് പേഷ്യന്റ് ആൻഡ് ഹൈജീൻ. ഫസ്റ്റ് റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? റിസ്ക് ടു സേഫ്റ്റി, സെക്യൂരിറ്റി ഓഫ് പേഷ്യൻസ് ആൻഡ് ഹൈജീൻ. അതാരെയായിരിക്കും ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്? പേഷ്യൻസിന്റെ പേഷ്യൻസിന് അത് എന്തായിരിക്കും? അവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന രീതിയിലാണ്, അവരുടെ സുരക്ഷിതത്വം ഇല്ലാതാക്കുന്ന രീതിയിലായിരിക്കും അത് ആദ്യത്തെ റിസ്ക് എന്ന് പറയുന്നത്. സേഫ്റ്റി ഉണ്ടാവില്ല, സുരക്ഷിതമായിട്ട് പേഷ്യൻസിന്, പ്രത്യേകിച്ച് പേഷ്യൻസിന്, അതുപോലെ തന്നെ എന്താണ് അവരുടെ ഹൈജീൻ, അവർക്ക് ആരോഗ്യപരമായിട്ട് അല്ലെങ്കിൽ ആരോഗ്യ പരിപാലനത്തിനും എന്താണ് ഒരു റിസ്ക് ആയിട്ടായിരിക്കും. എത്ര നാള് ആ മോശമായ ഒരു ഉപകരണം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് പേഷ്യൻസിനായിരിക്കും. അവർക്കായിരിക്കും അതിന്റെ ഏറ്റവും കൂടുതൽ റിസ്ക് അനുഭവപ്പെടുന്നത്. ഓക്കെ, റിസ്ക് ടു സേഫ്റ്റി, സെക്യൂരിറ്റി ഓഫ് പേഷ്യൻസ് ആൻഡ് ഹൈജീൻ. പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാധനം മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ, സഫീഷ്യന്റ് ആയിട്ട് മെയിൻ്റെനൻസ് കൊടുത്തില്ലെങ്കിൽ, എക്യുപ്മെന്റ്സ് കൊടുത്തില്ലെങ്കിൽ എന്താണ്? അത് റിസ്ക് ആണ്. പ്രത്യേകിച്ച് പേഷ്യൻസിന് ഹൈജീനിക്കുന്നത് റിസ്ക് ആണ്. സെക്കൻഡ് റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോസ് ഓഫ് യൂട്ടിലൈസേഷൻ ആൻഡ് റവന്യൂ ഓയിങ് ടു failure, breakdown and closure of areas of equipment for repairs. എന്താണ് സെക്കൻഡ് പോയിന്റിൽ പറയുന്നത്? ലോസ് ഓഫ് യൂട്ടിലൈസേഷൻ ആൻഡ് റവന്യൂ ഓയിങ്. എന്താണ് പറയുന്നത്? Loss of utilization and revenue owing to failure, breakdown and closure of areas of equipment for repairs. ഒരു കേടായ സാധനം നമ്മൾ വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നതിനനുസരിച്ച് അല്ലെ എന്താണ് അവിടെ നടക്കുന്നത്? അവിടെ എന്ത് നഷ്ടമാവുന്നുണ്ട്? ഈ ബ്രേക്ക് ഡൗൺ ആയി റിപ്പയർ ചെയ്ത് നടക്കുമോ? എന്തെങ്കിലും നല്ല രീതിയിലുള്ള പ്രവർത്തനം നടക്കുമോ? വരുമാന നഷ്ടമാണ് ഉണ്ടാവുന്നത് അല്ലെ? വേസ്റ്റ് ഓഫ് മണി. അവിടെ വരുമാന നഷ്ടം ഉണ്ടാകുന്നു. അതുപോലെ എന്താണ്? ഈ എക്യുപ്മെന്റ്സിനെ റിപ്പയർ ചെയ്ത് എന്താണ്? ഒരുപാട് പൈസയാണ് ചെലവാകുന്നത് അല്ലെ? മണി ഒരുപാട് ലോസ് ആയി പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ആ സാധനം എത്രയും വർഷം ഉപയോഗിക്കാന്ന് വിചാരിച്ച പോലെ എന്താണ്? ആ സാധനം ഉപയോഗിക്കുന്നത് കൊണ്ട് ഹോസ്പിറ്റലിലെ നഷ്ടം തന്നെയാണ് സംഭവിക്കുന്നത്. Loss of goodwill owing to the inefficiency and declining standards. Loss of goodwill owing to inefficiency and declining standards. എന്താണ് ലോസ് ഓഫ് ഗുഡ്വിൽ എന്ന് പറയുന്നത്? ആ എക്യുപ്മെന്റിന്റെ തന്നെ എന്താണ് നല്ലൊരു പേര് പോകുന്നു അല്ലെ? സൽപ്പേര് തന്നെ ഇല്ലാതാകുന്നു എന്നാണ് പറയുന്നത് അല്ലെ? ആ ഒരു എക്യുപ്മെന്റിന് യാതൊരു വിധത്തിലുള്ള ഒരു വിലയില്ലാതാകുന്നു. അതായത് സൽപ്പേരിന് കളങ്കം സംഭവിക്കുന്നു. അതിന്റെ ഡിക്ലൈനിങ് സ്റ്റാൻഡേർഡ്, അതിന്റെ സ്റ്റാൻഡേർഡ് ഇല്ലാതായി മാറുന്നു അല്ലെ? ആ ഒരു ഉപകരണത്തിന് എഫിഷ്യന്റ് ആയിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാതെ കൊണ്ടുപോവുകയാണെങ്കിൽ എന്താണ്? അതിന്റെ ആ ഒരു മെഷീന്റെ പ്രസിദ്ധി നഷ്ടപ്പെടുന്നതിന് ഗുഡ്വിൽ ഓയിങ് ടു ഇൻഎഫിഷ്യൻസി ലോസ് ആണ് അല്ലെ? അതായത് അതിന്റെ സൽപ്പേര് ഇല്ലാതാവും, ആ സാധനത്തിന് ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാണ്ടാവുന്നു. അത്രയും മനസ്സിലാക്കാം കേട്ടോ. Net reduction in effective life of property and equipment. Net reduction in effective life of property and equipment. എന്താണ്? Net reduction in effective life property and equipment എന്ന് പറഞ്ഞാൽ ആ ഉപകരണത്തിന്റെ ഫലപ്രദമായ ആയുസ് കുറയാണ് അല്ലെ? നല്ല രീതിയിൽ അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ആ സാധനത്തിന് എന്ത് സംഭവിക്കുന്നു? എഫക്റ്റീവ് ലൈഫ് പ്രോപ്പർട്ടി ആൻഡ് എക്യുപ്മെന്റ്. നെറ്റ് റിഡക്ഷൻ എന്ന് പറഞ്ഞത് ആ ഉപകരണത്തിന്റെ ഫലപ്രദമായ ആയുസ് കുറയ്ക്കാൻ, അത് ഉപയോഗിക്കാൻ കഴിയാണ്ടായി മാറുന്നു അല്ലെ? മെയിൻ്റെനൻസ് ചെയ്യാതെ എഫക്റ്റീവ് ആയിട്ട് നമ്മളത് യൂസ് ചെയ്യാതിരുന്നാൽ എന്താണ്? ആ ഒരു എക്യുപ്മെന്റ് നശിച്ചു പോവുകയേ ചെയ്യുന്നുള്ളൂ അല്ലെ? അത്തരം കാര്യങ്ങളാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഓക്കെ, shortage of proper and insufficient maintenance in hospital will finally lead to ഒരു എക്യുപ്മെന്റ്സ് നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിച്ചില്ല ഇല്ലെങ്കിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? എന്തൊക്കെ സംഭവിക്കാം? ടു സേഫ്റ്റി, സെക്യൂരിറ്റി ഓഫ് പേഷ്യന്റ് ആൻഡ് ഹൈജീൻ, ലോസ് ഓഫ് യൂട്ടിലൈസേഷൻ ആൻഡ് റവന്യൂ ഓയിങ് ടു ഫെയിലിയർ,
breakdown and closure of area of equipment of imported players. Then loss of goodwill owing to the inefficiency and declining standards. Then net reduction in effective life of property and equipment. മനസ്സിലായോ? എന്തെങ്കിലും ഒന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ഇനി ഗുഡ്വിൽ എന്ന് പറയുന്നത് സൽപ്പേർ എന്നുള്ള മീനിങ്, അതിന്റെ സ്റ്റാൻഡേർഡ് ഇല്ലാണ്ടാവുന്ന എന്നൊരു മീനിങ് ആണ് കേട്ടോ. ഗുഡ്വിൽ മീൻസ് സൽപ്പേര്, ആ ഒരു ഉപകരണത്തിന് യാതൊരു പേരിലും പ്രസിദ്ധമായി തീരുന്നത്. ഓക്കെ, ഉപയോഗശൂന്യമായ എന്നൊക്കെ പറയുന്നത്. ഇനി മെയിൻ്റനൻസ് ഹോസ്പിറ്റൽസ്. മെയിൻ്റനൻസ് ഇൻ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിൽ മെയിൻ്റനൻസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഹോസ്പിറ്റലിനെ മെയിൻ്റനൻസ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? കൊണ്ടുവന്ന മെറ്റീരിയൽസ് നമ്മൾ എങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്യണം? മസ്റ്റ് ബി ഡൺ ബൈ പ്രോപ്പർ ഇൻസ്റ്റാളേഷൻ. നമുക്ക് നിങ്ങളുടെ കൺഫ്യൂഷൻ വരാതെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചും മറിച്ചൊക്കെ കണക്റ്റഡ് ആണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ടെക്സ്റ്റിൽ കേട്ടോ. ഏകദേശം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീണ്ടും വീണ്ടും പറഞ്ഞതായിട്ട് തോന്നാം, പക്ഷെ പോയിന്റ്സിൽ വ്യത്യാസമുണ്ട് കേട്ടോ. മെയിൻ്റനൻസ് ഇൻ ഹോസ്പിറ്റൽസ് മസ്റ്റ് ബി ഡൺ ബൈ പ്രോപ്പർ ഇൻസ്റ്റാളേഷൻ. എന്താണ് നമ്മുടെ പ്രോപ്പർ ആയിട്ട് ഏത് സാധനമാണ് അത് പ്രോപ്പർ ആയിട്ട് തന്നെയായിരിക്കും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ദെൻ അപ്കീപ്പിംഗ്, ക്യാരി ആൻഡ് റിപ്പയർസ്. എന്താണ് അപ്കീപ്പിംഗ്, കെയറിംഗ് ആൻഡ് റിപ്പയർസ് എന്ന് പറഞ്ഞ എന്താ? വാങ്ങിച്ച സാധനം നമ്മൾ നല്ല രീതിയിൽ കെയർ ചെയ്തിരിക്കണം, അത് റിപ്പയർ ചെയ്തിരിക്കണം. അല്ലെ കേടുപാടിൽ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഉടനടി തന്നെ ചെയ്യണം, അത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ദെൻ periodic cleaning and checking on preventing maintenance. Periodic cleaning. Periodic cleaning എന്ന് പറഞ്ഞാൽ എന്താ? Periodic cleaning. Periodic means ഇത്ര ദിവസം അല്ലെങ്കിൽ ഇത്ര മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഇന്ന ആഴ്ചയിലെ ഇടവേളകളിൽ, നിശ്ചിതമായ ഇടവേളകളിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്ലീൻ ചെയ്തിരിക്കണം അല്ലെ. മന്ത്ലി അല്ലെങ്കിൽ ഇടവേളകൾ അനുസരിച്ച് ഫ്രീക്വന്റ് ആയിട്ട് എന്ത് ചെയ്യണം? നമ്മളത് ക്ലീൻ ചെയ്തിരിക്കണം. ആൻഡ് ചെക്കിംഗ് ഓൺ പ്രിവെന്റീവ് മെയിൻ്റനൻസ്. കൃത്യമായിട്ട് എന്ത് ചെയ്യണം? എന്തെങ്കിലും പ്രിവെന്റീവ് മെയിൻ്റനൻസ് ആവശ്യമുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നമ്മൾ ചെക്ക് ചെയ്തിരിക്കണം. പിന്നെ റെക്കോർഡ് കീപ്പിംഗുമായി ബന്ധപ്പെട്ട ഹോസ്പിറ്റൽ എക്യുപ്മെന്റ് മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട റെക്കോർഡ്സുകൾ കൃത്യമായിട്ട് സൂക്ഷിക്കണം. ദെൻ പ്രൊക്യൂർമെന്റ് ഓഫ് സ്പെയർസ്. പ്രൊക്യൂർമെന്റ് ഓഫ് സ്പെയർസ് എന്താണ്? സംഭരിച്ചു വെക്കണം. എന്ത് സംഭരിച്ചു വെക്കണം എന്നാണ് പ്രൊക്യൂർ ചെയ്യുന്നതെന്ന് പറയുന്നത്? ഏതെങ്കിലും സാധനത്തിന് മെയിൻ്റനൻസ് വന്നു കഴിഞ്ഞാൽ അതിനൊരു സ്പെയർ ഉണ്ടാവും. നമ്മളിപ്പോ എന്തെങ്കിലും സാധനം വാങ്ങിക്കുമ്പോൾ അതിന്റെ കൂടെ സ്പെയർ ഉണ്ടാവും അല്ലെ. എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ അത് ശരിയാക്കുന്നതിനായിട്ട് അല്ലെങ്കിൽ ഒരു അഡീഷണൽ ആയിട്ട് നമുക്ക് സ്പെയർ പാർട്സുകൾ ഉണ്ടായിരിക്കും. അപ്പൊ എന്താണ് ആ സ്പെയർ പാർട്സുകൾ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മള് ആ പ്രശ്നം പരിഹരിക്കണം. ഓക്കെ, അതാണ് മെയിൻ്റനൻസ് ഇൻ ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. മസ്റ്റ് ബി ഡൺ ബൈ എന്താണ്? പ്രോപ്പർ ഇൻസ്റ്റാളേഷൻ ചെയ്യണം, കൃത്യമായിട്ട് കീപ്പ് ചെയ്യണം, റിപ്പയർ ചെയ്യണം, പീരിയോഡിക് ആയിട്ട് ക്ലീൻ ചെയ്തിരിക്കണം, ചെക്കിംഗ് ഓൺ പ്രിവെന്റീവ് മെയിൻ്റെനൻസ് ചെയ്യണം, റെക്കോർഡ്സുകൾ കൃത്യമായിട്ട് സൂക്ഷിച്ചു വെക്കണം. എക്യുപ്മെന്റ്സുമായി ബന്ധപ്പെട്ട എല്ലാ റെക്കോർഡ്സുകളും ഹോസ്പിറ്റലിൽ സൂക്ഷിച്ചു വെക്കണം. ദെൻ പ്രൊക്യൂർമെന്റ് ഓഫ് സ്പെയർസ്. ഇപ്പൊ മെയിൻ്റനൻസ് വന്നു കഴിഞ്ഞാൽ സ്പെയർ പാർട്സുകൾ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ എന്താണ് ആ പ്രശ്നം നമുക്കവിടെ പരിഹരിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അതാണ് അതിന്റെ 5 പോയിന്റ്സ് എന്ന് പറയുന്നത്. ഈ 2 പോയിന്റ് കൂടി പറഞ്ഞിട്ട് കേട്ടോ. Then utilization of equipment. Maintenance in hospital 2 കാര്യങ്ങൾ വരുന്നുണ്ട്. യൂട്ടിലൈസേഷൻ ഓഫ് എക്യുപ്മെന്റും വരുന്നുണ്ട്, ഡിസ്കാർഡിംഗ് ഓഫ് എക്യുപ്മെന്റും വരുന്നുണ്ട് കേട്ടോ. യൂട്ടിലൈസേഷൻ ഓഫ് എക്യുപ്മെന്റ് ആൻഡ് ഡിസ്കാർഡിംഗ് ഓഫ് എക്യുപ്മെന്റ്. ഓക്കെ, ഹോസ്പിറ്റൽ മെയിൻ്റനൻസിലെ 4ാമത്തെ പോയിന്റ് ആണ് കേട്ടോ. നമ്മൾ 5 പോയിന്റ്സ് പറഞ്ഞതിൽ 3 പറഞ്ഞു. ഇനി 4ാമത്തെ പോയിന്റ് ആണ് യൂട്ടിലൈസേഷൻ ഓഫ് എക്യുപ്മെന്റ് കേട്ടോ. യൂട്ടിലൈസേഷൻ ഓഫ് എക്യുപ്മെന്റ് നമ്പർ മാറിയാണ് എടുക്കുന്നത് കേട്ടോ.
ഡി എന്നാണ് വരേണ്ടത്. ഡി ബി എന്നാണ് കേട്ടോ വരേണ്ടത്. നമ്പർ മാറി കിടക്കുകയാണേ. ഓക്കെ, മനസ്സിലായല്ലോ? അത് നമ്പർ മാറിയാണ് എടുക്കുന്നത്. ടി ആൻഡ് ഇ എന്ന് പറഞ്ഞ യൂട്ടിലൈസേഷൻ ഓഫ് എക്യുപ്മെന്റ്. Utilization has to be 80% to 90% number under or over utilization. ഒരു സാധനം വാങ്ങിച്ചാൽ നമുക്ക് എങ്ങനെയായിരിക്കണം അത് യൂസ് ചെയ്യേണ്ടത്? എങ്ങനെ നമ്മൾ യൂസ് ചെയ്യണം? ഒരുപാട് യൂസ് അല്ലെ, ഒരുപാട് യൂസ് ചെയ്യാൻ പാടുണ്ടോ? നമ്മള് ഒരുപാട് യൂസ് ചെയ്യരുത് അല്ലെ, ഒരു മിനിമം യൂസസ് ആയിരിക്കണം ചെയ്യേണ്ടത്. അതായത് കേടുപാട് വരാത്ത രീതിയിലായിരിക്കണം അത് യൂസ് ചെയ്യേണ്ടത്. മീഡിയത്തിൽ, മിനിമം അല്ല, അതൊരു മീഡിയത്തിൽ നിന്നിട്ടായിരിക്കണം എക്യുപ്മെന്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആവശ്യമില്ലാത്ത അനാവശ്യമായിട്ട് എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യാൻ പാടില്ല. ഏകദേശം ഒരു 80% 90% യൂട്ടിലൈസേഷൻ ആയിരിക്കണം ഉണ്ടാവേണ്ടത്. ഓക്കെ, അത് പ്രത്യേക രീതിയിലായിരിക്കണം ഉപയോഗിക്കേണ്ടത്. നമ്മൾ മോശമായ രീതിയിൽ ഒരു എക്യുപ്മെന്റ്സും ഉപയോഗിക്കാനായിട്ട് പാടില്ല അല്ലെ, അനാവശ്യമായ ഒരു ഉപയോഗിക്കാനായിട്ട് അത് പാടുള്ളതല്ല. അതാണ് യൂട്ടിലൈസേഷൻ ഓഫ് എക്യുപ്മെന്റ് എന്ന് പറയുന്നത്. Then yes, not over utilization അല്ലെ, not over, not under over or utilization. എത്ര പെർസെന്റേജില്? 80%, 90%, under or over utilization. Then last point എന്താണ്? ഫിഫ്ത് പോയിന്റ് ആണ്, അതായത് ഇ, discarding of equipment. Discarding of equipment എന്താണ്? As scrap item for reselling and giving free to small hospitals. As scrap item for reselling. എന്താണ് reselling? Reselling എന്താണ്? ഒന്നില് നമ്മളത് സ്കാർപ്പിൽ റീസെല് ചെയ്യുന്നു അല്ലെ, സ്കാർപ്പിന് കൊടുക്കുന്ന എക്യുപ്മെന്റ്സ്. അല്ലെങ്കിൽ എങ്ങനെ ചെയ്യും? നമ്മളെ ഗിവിംഗ് ഫ്രീ ടു സ്മോൾ ഹോസ്പിറ്റൽസ്. അല്ലെങ്കിൽ നമ്മള് ചില ഹോസ്പിറ്റൽസ്, ചെറിയ ഹോസ്പിറ്റൽ ഉണ്ടായിരിക്കും അല്ലെ, അപ്പൊ അത് അവർക്ക് എന്ത് ചെയ്യും? ഫ്രീ ആയിട്ട് നമ്മള് കൊടുക്കുന്നു. മനസ്സിലായോ? എന്താണ് ഡിസ്കാർഡിംഗ് ഓഫ് എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ? ഒന്നില്ലെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യുന്നത്? സ്കാർപ്പിൽ ഐറ്റം റീസെല് ചെയ്യുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ ഹോസ്പിറ്റൽസിൽ എന്ത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്താണ്, ചെറിയ മെയിൻ്റനൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെ, അപ്പൊ അത് കുറച്ച് നാൾക്കെങ്കിലും എന്താണ് അവർക്ക് ഉപയോഗിക്കാനായിട്ട് മറ്റ് ചെറിയ ഹോസ്പിറ്റലിൽ ഒക്കെ അത് ഫ്രീ ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. ഓക്കെ, അതാണ് ഡിസ്കാർഡിംഗ് ഓഫ് എക്യുപ്മെന്റ് എന്ന് പറയുന്നത് അല്ലെ, വെറുതെ കൊടുക്കുന്ന സാധനങ്ങൾ. നമ്മൾ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾക്ക് കൊടുക്കുന്നത് പോലെ, സെക്കൻഡ് ഹാൻഡ് സാധനമാണെങ്കിൽ പൈസ കൊടുക്കും, പക്ഷെ ഇത് എന്താണ് ഫ്രീ ആയിട്ടായിരിക്കും കൊടുക്കുന്നത് ഹോസ്പിറ്റലിൽ. അത്ര എടുക്കുന്നുള്ളൂ കേട്ടോ. അത്രയും മതിയില്ലേ? ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാപിറ്റൽ എക്യുപ്മെന്റ് ആൻഡ് ഓർഡിനറി പർച്ചേസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. എങ്ങനെ എടുത്തിട്ടൊന്നും തീരണില്ലല്ലേ? യെസ്, ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസിൽ എന്നൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസിൽ major investment in hospital, non-repetitive purchase, includes the major operations of the hospital, then fixed asset. ഈ ക്യാപിറ്റൽ എക്യുപ്മെന്റ് നമ്മൾ പറയുന്ന ഫിനാൻഷ്യൽ ടൈം എന്താണ്? ഫിക്സ്ഡ് അസറ്റ് അല്ലെ, സ്ഥിര ആസ്തി എന്ന പേരിലാണ് ഇത് അറിയുന്നത്. ഇനി ഹോസ്പിറ്റൽ എക്യുപ്മെന്റ് മാനേജ്മെന്റ് കൺസിസ്റ്റ് ഓഫ് 5 പോയിന്റ്സ്. ഏതൊക്കെ പോയിന്റ്സ് ആണ് ഹോസ്പിറ്റൽ എക്യുപ്മെന്റ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ വരുന്നത്? പ്ലാനിംഗ് ഫോർ ദ എക്യുപ്മെന്റ്, purchasing, maintenance,
Maintenance, utilization of equipment, discarding of equipment, okay, yes. ഇനി പ്ലാനിങ് അല്ലെ, പ്ലാനിങ് വേണ്ട, പർച്ചേസിങ് ആൻഡ് എക്യുപ്മെന്റിൽ 9 സ്റ്റെപ്സുകൾ വരുന്നുണ്ട്. അതില് ഹോസ്പിറ്റൽ സോഴ്സ് ഫണ്ട് എവിടെ നിന്നൊക്കെയാണുള്ളത്? സോഴ്സ് ഫണ്ടുകള്, ഹോസ്പിറ്റൽ സോഴ്സ് ഫണ്ടുകള് എവിടെ നിന്നൊക്കെയാണ്? ലോൺസ്, ഡിപ്രീസിയേഷൻ ഫണ്ട്, hospital accumulated profit, yes, hospital accumulated profit. പിന്നെ എന്താണ്? സ്പെസിഫിക് പർപ്പസ് ഫണ്ട്, അല്ലെ? സ്പെസിഫിക് പർപ്പസ് ഫണ്ട്. ഇനി പർച്ചേസിംഗ് ക്യാപിറ്റൽ എക്യുപ്മെന്റിലെ ഡിസിഷൻ മേക്കേഴ്സ് ആരൊക്കെയാണ്? ഡിസിഷൻ മേക്കേഴ്സ്, ടോപ്പ് മാനേജ്മെന്റ്, HOD, administrator, materials manager, finance manager, yes, biomedical engineer, okay. Then installation, purchasing capital equipment installation എന്തൊക്കെ കാര്യങ്ങൾ വരുന്നു? Purchase and installation എന്തൊക്കെ വരുന്നു? AC for some equipment, എന്താണ്? space of room, the X-ray rooms, rough walls for X-ray rooms, or protective measures like rough walls for X-ray rooms. Okay. Maintenance of equipments divided 3 equipments maintain ചെയ്യാനായിട്ട് നമ്മൾ എന്താണ് 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ വരുന്നത്? പ്രിവെന്റീവ്, ഡിറ്റക്റ്റീവ് ആൻഡ് ബ്രേക്ക് ഡൗൺ. പ്രിവെന്റീവ്, ഡിറ്റക്റ്റീവ് ആൻഡ് ബ്രേക്ക് ഡൗൺ. Okay. Then maintenance in hospitals must be done by patient installation, proper installation, upkeeping and repairs, periodic cleaning and checking on preventive maintenance. Then record keeping, procurement of spares. പിന്നെ യൂട്ടിലൈസേഷൻ എങ്ങനെയായിരിക്കണം? എക്യുപ്മെന്റ്സിന്റെ യൂട്ടിലൈസേഷൻ ആ 80 to 90%. No under over utilization, അല്ലെ? No under over utilization. Then discarding of equipment.
resell to scar, അല്ലെ? Reselling or free to small hospitals, giving free to small hospitals. Okay. Yes. Okay, left ആയിക്കോളൂ ട്ടോ. Thank you. Thank you.